നമസ്കാരം. 2026 തുടങ്ങുകയാണ്. സംഘർഷങ്ങളില്ലാത്ത ഒരു വർഷം ആരംഭിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്തുകൊണ്ടോ ദൈവനിശ്ചയമായിരിക്കും. ദൈവത്തിനെ തന്നെ തോണ്ടിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു കള്ളന്മാരുടെ ലോകത്ത് നമ്മൾ ചെന്നെത്തപ്പെട്ടിരിക്കുന്നു. എല്ലാ വാർത്തകളിലും ശബരിമല കൊള്ളയാണ്. ശബരിമലയിലെ വാതിൽപ്പാളി മാത്രമല്ല, അവിടുത്തെ സകല സ്വർണ്ണ സാമഗ്രികളും തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇവരൊക്കെ ബോധപൂർവം കുറേ രാഷ്ട്രീയക്കാരുടെ മറവുണ്ടാക്കുകയും അവരെയൊക്കെ ഇതിനകത്ത് ചേർത്ത് നിർത്തുകയും അവരൊക്കെ തന്നെ ആകെ പ്രതിസന്ധിയിലാവുകയൊക്കെ ചെയ്തു. എനിക്ക് കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ആളൊരു വലിയ മതിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്നലെ വീർപ്പുമുട്ടുന്ന പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് വീർപ്പുമുട്ടുകയും അസ്വസ്ഥമാവുകയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ജനങ്ങളെ സേവിക്കേണ്ട, ജനങ്ങളെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുത്തവർ ഇത്തരം കാര്യങ്ങൾ ചെന്ന് പെടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ആർക്കാണെങ്കിലും ഇത്തരമുള്ള ഒരു വിധികൾ വരാതിരിക്കട്ടെ. വളരെ ദയനീയമാണ്. ഇപ്പോൾ പത്മകുമാറിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് അവരെക്കുറിച്ചൊക്കെ പറയാം. അവരൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ വിശ്വസിക്കാതിരിക്കുന്നു ഒക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ, ഇവരൊക്കെ ചെന്ന് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ തന്നെ ഹരിശങ്കറിൻ്റെ പിതാവ്, ഹരിശങ്കർ ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ പഠിച്ചിരുന്ന എൻ്റെ ഒരേ സമകാലികനാണെന്ന് തോന്നുന്നു. അവിടെ പഠിച്ചിരുന്ന ആളാണെന്ന് ആരോട് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഒരു മകൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷമുണ്ട്. പോലീസിൽ ഒരു വലിയ ഉദ്യോഗം പദവി വഹിക്കുകയും തൻ്റെ പിതാവ് ജയിലറകളിൽ കിടക്കുന്നത് കാണുകയും അനുഭവിക്കേണ്ടിയും വരുന്ന ഒരു അവസ്ഥ. സമൂഹത്തിൽ ഉന്നത നിലയിൽ ജീവിച്ചവരെ ദൈവം ഒരു 2-4 ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ എന്തൊരു നമ്മൾ ഒരാളോട് പകയല്ല തോന്നുകയും നിസ്സഹായമായ ഒരവസ്ഥ. ജയിലിൽ കിടക്കുന്ന ജനസേവകരുടെ അവസ്ഥ, എവിടെയാണ് അവർക്ക് പിഴവ് പറ്റിയത്? ഇപ്പോൾ PS പ്രശാന്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ചാടി CPM-ലേക്ക് ചെന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യം. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാളെ പുറത്താക്കാത്തതിന് കാരണം കുറ്റാരോപിതൻ മാത്രമാണെന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. കുറ്റാരോപിതൻ മാത്രമാണെങ്കിൽ ജയിലിൽ കിടക്കണ്ടല്ലോ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ റിമാൻഡ് നീട്ടിക്കൊടുക്കണ്ടല്ലോ. എന്തുകൊണ്ടാണ് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, സംശുദ്ധമായ രാഷ്ട്രീയം ഒരു കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് ഇത്തരം ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നത്? അയാൾ അഗ്നിശുദ്ധി ചെയ്ത് വരട്ടെ. നമ്മുടെ പുരാണങ്ങളിലൊക്കെ കണ്ടില്ലേ, ശുദ്ധിയായി വരട്ടെ. അത്തരത്തിലുള്ളൊരു ശുദ്ധി ആയതിനു ശേഷം മാത്രം വന്നോളൂ എന്ന് പറയുന്നതിന് പകരം അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ജനസമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. SFI സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത് ഞാൻ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KSUവിൻ്റെ പ്രസിഡൻറ്റും MA ബേബി SFIയുടെയൊക്കെ സംസ്ഥാന പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന സ്റ്റുഡൻസ് ഫെഡറേഷനിലൊക്കെ ഉണ്ടായിരുന്ന അവരുടെ പ്രസംഗങ്ങളുമൊക്കെ നമ്മൾ നല്ലവണ്ണം കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ പ്രസ്ഥാനത്തിന് നാശം സംഭവിക്കുന്നല്ലോ എന്ത് കാരണങ്ങൾ കൊണ്ടാണ്. അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ആ നാശത്തിൻ്റെ വിസ്തൃതി ഇങ്ങനെ വളർന്ന് വരികയാണ്. പ്രസ്ഥാനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമായി തീരേണ്ടി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ലോകത്തിൻ്റെ വളർച്ചയും ലോകത്തിൻ്റെ പുരോഗതിയും തനിക്ക് ചുറ്റുമുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ യുഗമാണ്. രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ കമ്പ്യൂട്ടർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിഭീകരമായ ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനെതിരെ, കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയെ ആശ്രയിക്കുന്ന കാലഘട്ടത്തിലാണ്. നമ്മൾ അന്ന് ചെയ്തത് ഒരു അബദ്ധമാണെന്ന് ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളായിട്ട് സംസാരിക്കുന്നതല്ല. കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും, BJPയോടുള്ള എൻ്റെ ഒരു നയം തന്നെയാണ് ഞാൻ പറഞ്ഞത്.
ഹൈന്ദവതായ ഏറ്റവും കൂടുതൽ ഈ ശബരിമല പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രക്ഷോഭം, അതിനകത്ത് ശക്തമായി പ്രതികരിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഹിന്ദുവിൻ്റെ വികാരം എന്നുള്ളതുണ്ട്. അത് ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അവർ ജനിച്ചു പോയ ആ മതത്തിന് മുറിവെക്കപ്പെടുമ്പോൾ, അത് വ്രണമാകുമ്പോൾ, ആ വ്രണം ചീഞ്ഞഴുകി നാറി അതൊരു സമൂഹ ജനതയെ തന്നെ ഇല്ലാതാക്കുന്നത്, ഒരു കാലഘട്ടത്തെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ചെന്ന് നിൽക്കുന്ന ഒരു ദയനീയമായ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമല ശാസ്താവിന് ഇനി അവിടെ ഒരു തുള്ളി സ്വർണം പോലും ഉണ്ടാകുന്ന അവസ്ഥയില്ല എന്നാണ്. അതുപോലെ ഞാൻ ജയറാമിനെ കുറിച്ച് എൻ്റെ അടുത്ത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ടീച്ചറിൻ്റെ കൂടെ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് പിന്നെ കരിക്കാൻ ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ ലേറ്റായതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല, ഞാൻ അകത്തോട്ട് കയറാൻ പറ്റിയില്ല, നടയടച്ചു. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോയി. ആറ്റുകാൽ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഒരുപാട് പേര് വന്നിങ്ങനെ നമ്മുടെ DNA പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ജയറാമിനെ അറസ്റ്റ് ചെയ്യുമോ സ്വാമി? ഞാൻ പറഞ്ഞു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത തെറ്റ് സ്വർണം അടിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പുള്ളിക്ക് പങ്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എടുത്തുകൊണ്ട് പോയ സ്വർണത്തെ സ്വന്തം വീട്ടിൽ വെച്ച് പൂജിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്വർണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് എനിക്ക് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സ്വാമിക്ക് ജയറാമിനോട് ഭയങ്കര വ്യക്തിവൈരാഗ്യമാണ്. ഞാൻ പറഞ്ഞു എന്തിനാണ് എനിക്ക് വ്യക്തിവൈരാഗ്യം? അദ്ദേഹം ഒരു നാട്യമുള്ള ആളാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. ഒരു പരിചയമില്ലെങ്കിൽ പോലും ഏറ്റവും അടുത്ത സുഹൃത്തായി ഭാവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ല എൻ്റെ അനുഭവങ്ങൾ എനിക്കുള്ളത് കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾക്ക് ഒരു പരിചയമില്ലെങ്കിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന. പിന്നെ എനിക്കറിഞ്ഞൂടെ നമ്മളെ ഏറ്റവും അടുത്ത ആളല്ലേ അതൊക്കെ പറയുന്നത്, അതൊക്കെ വെറും പൊള്ള വാക്കുകളിലൂടെ ജീവിക്കുന്ന ആൾക്ക് ജീവിതത്തിൽ പറ്റുന്നൊരു ആഘാതമാണിത്. ഞാൻ ശ്രീനിവാസൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അവിടെ ജയറാം വരാത്തതിനെക്കുറിച്ച് നമ്മളാ വീഡിയോ കണ്ടു കാണുമല്ലോ. ആൾക്കാർക്കൊരു ഇഷ്ടമില്ലായ്മയുണ്ട് ജയറാമിനോട്. എനിക്കറിഞ്ഞൂടാ എന്ത് കാരണങ്ങൾ കൊണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ഒരു കാലത്ത് ജനപ്രിയമായിരുന്നു. ഈ ശബരിമല വിഷയത്തിനകത്ത് അദ്ദേഹത്തിനെ ഒഴിവാക്കി നിർത്തുന്നതൊക്കെ മാറ്റി നിർത്തുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ആരൊക്കെയാണ് അവിടെ വന്നത്, എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ജയറാമിനെ വിളിച്ച് മൊഴിയെടുക്കേണ്ടതാണ്. ആ മൊഴിയിലൂടെ മാത്രം, ആ മൊഴിക്കകത്ത് ഒരുപാട് അർത്ഥമുണ്ട്. കാരണം ഒരു ശബരിമല ശാസ്താവിൻ്റെ ആഭരണങ്ങൾ അടങ്ങിയ ആഭരണങ്ങൾ കടന്നു പോകുന്ന വഴിയിലുള്ള ഈ കട്ടളപ്പാളികൾ ശാസ്താവിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഇത്തരം പിന്നെ നിഴലുകൾ പതിയുന്ന ആത്മീയതയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കട്ടളപ്പാളികളൊക്കെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ, അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ലേ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ടെന്നും എങ്ങോട്ടാണ് ഇതിൻ്റെ അന്വേഷണം പോകുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. ഇതെല്ലാം അദ്ദേഹത്തിനെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ ശ്രമിക്കുന്ന അന്വേഷണ സംഘത്തിന് നല്ലതായിരിക്കുമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ അഭിപ്രായം, ആത്മീയതയിൽ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ അവിടെ ആറ്റുകാൽ അമ്പലത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ലായിരുന്നു. ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിന്ന്. അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ഈ പൂണൂലിട്ട ഇവരുടെയൊക്കെ കുലത്തിനെ മുഴുവൻ ബ്രാഹ്മണരെ മുഴുവൻ കീല് വാരി ഒഴിക്കുന്ന അവസ്ഥയില്ല ആയിപ്പോയത്. പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി കൊടുത്തില്ലേ ഈ നീച ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്തോ ഒരു മനുഷ്യൻ. ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ജനിച്ചത് എന്നുള്ളതാണ്. എല്ലാവരും പെട്ടില്ലേ? ഇതാരും അറിയില്ല എന്ന് വിചാരിച്ചോ ഈ കാര്യങ്ങൾ? ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയത്തില്ലേ? ഈശ്വരൻ്റെ ശക്തി എന്താണെന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടില്ലേ? ആത്മീയ ശക്തി, ക്ഷേത്രശക്തി എന്ന് പറയുന്നത് അത്ര പ്രബലമാണ്. ഇതിൽ ഒരു നിസ്സാരമായിട്ടെങ്കിലും ഇതിനകത്ത് കൈകടത്തിയിട്ടുള്ളവർ ഇതിൻ്റെ പണത്തിൻ്റെ ഭ്രമാത്മകമായ അവസ്ഥയിൽ ഒന്നാതെ സ്വർണം കലിയാണ്. ഒരു അമ്പലങ്ങളിലും സ്വർണ്ണപ്പാളികളൊന്നും ആവശ്യവുമില്ല. കല്ലുകൾ കൊണ്ട് പണിയുന്ന ഭിത്തികളും കല്ലുകൾ കൊണ്ടുള്ള ശിലകളും അതിൻ്റെ മേലിൽ ഇതൊന്നും കൊണ്ട് പതിക്കേണ്ട ആവശ്യവുമില്ല. കാരണം സ്വർണം ഇരിക്കുന്നിടത്ത് കലി വസിക്കുന്നു എന്നുള്ളതാണ് കലികാലത്തിൽ. ആ കലി വസിക്കുന്ന സാധനം നമുക്ക് ഭ്രമം. ഞാനിപ്പോൾ താണ്ട നാഗത്തിൻ്റെ ഒരു മോതിരം ഇതുപോലെ ഇട്ടുണ്ട്. ഇത് ഇടേണ്ട ഒരു ആവശ്യകത വന്നുകൊണ്ട് ചെയ്തതാണ്. മാല ഉപേക്ഷിച്ച് ഇതൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. ഈശ്വര നമ്മൾ വിളിച്ചു പോവും, വിളിച്ചേ പറ്റൂ.
ഇപ്പോൾ പലരും ഇന്നിപ്പോൾ ഞാനവിടെ ആറ്റുകാൽ അമ്പലത്തിൽ നിന്നപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു, സ്വാമി ഈ സ്വർണ്ണമൊക്കെ തിരിച്ചു കിട്ടുമോ? എവിടെ കിട്ടാൻ, ഒരുക്കി കളഞ്ഞില്ലേ, മെഴുകുതിരി പോലില്ലേ, ഒരിക്കൽ കത്തിത്തീർന്ന മെഴുകുതിരി പോലെയാണ് ഇതൊക്കെ തന്നെ. ഇതൊക്കെ കേസിൽ ഇവരൊക്കെ കുറേ കാലം ജയിലിൽ കിടന്നിട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങും. ഇനി അന്വേഷണത്തിൽ ഈ തൊണ്ടി മുതലൊന്നും കണ്ടെടുത്താൻ പറ്റിയില്ലെങ്കിൽ കോടതിയിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവരാരും ശിക്ഷിക്കപ്പെടും എന്നുള്ളതൊന്നും, ഇവരുടെയൊക്കെ ശിക്ഷ കൊടുക്കുന്ന ദൈവമാണ്. ഇവരൊക്കെ എങ്ങനെ ശിക്ഷിക്കപ്പെടാൻ? ഈ കാരാഗൃഹത്തിൽ കിടക്കുന്നത് തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതിയിലെ സത്യസന്ധമായിട്ടുള്ള വിധിന്യായങ്ങൾ നടത്തുന്ന, ഇല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവരും അങ്ങനെയല്ല. കാരണം എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്കുണ്ട്. ഞാൻ ഒരാളുമായിട്ട്, എൻ്റെ ഒരു സിനിമാ പാർട്ട്ണറുമായിട്ട് ഒരു സാമ്പത്തിക വിഷയം ഉണ്ടായി. എൻ്റെ 2 ചെക്കുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായിപ്പോയി. എന്നെ ഒഴിവാക്കി കഴിയുമ്പോൾ ആ ചെക്ക് എനിക്ക് തിരിച്ചു തരേണ്ടതിന് പകരം അത് തിരിച്ചു വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ കേസ് ഫയൽ ചെയ്തു. കേസിൽ ജാമ്യം, കാരണം നമുക്ക് കോടതിയിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ പറയാൻ പറ്റുള്ളൂ. എന്തോ എൻ്റെ സിനിമയിൽ, എൻ്റെ രുദ്രസിംഹാസനം എന്ന് പറഞ്ഞ സ്ത്രീയിൽ കോടതി നിയമ വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പടം നശിച്ചു പോയി, പൊളിഞ്ഞു പോയി, ഭീമനമായ നഷ്ടമുണ്ടായി. ആ ചെക്ക് അപ്പുറത്തുമായിപ്പോയി. എന്തായാലും ആ ചെക്കിൻ്റെ കേസ് ഉണ്ടായപ്പോൾ എന്നെ നിങ്ങൾ നാലുകണം, കൊറോണ കാലത്ത്, എന്നുവെച്ചാൽ കൊറോണ കാലത്ത് ആൾക്കാരെ വിടുന്ന കാലമാണ്, ജയിലിലൊക്കെ കിടക്കുന്ന വലിയ പ്രശ്നമില്ലാത്തവരെ. വെളുപ്പിന് 4 മണിക്ക് എന്നെ വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അറസ്റ്റ് ചെയ്താൽ വന്നപ്പോൾ സർക്കിൾ ആരെയാണ് കൊണ്ടുവന്നത്? ഇവിടുത്തെ ഒരു യൂട്യൂബ് ചാനലിനെ വെളുപ്പിന് 4 മണിക്ക് അവരെ കൂടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് വാർത്തയുണ്ടാക്കാൻ. ഞാൻ പറഞ്ഞു, ഇത് കേസ് കോടതിയിൽ നിൽക്കുന്ന കേസാണ്, ഇത് എനിക്ക് ജാമ്യമുള്ളതാണ്, ഞാനിത് കോടതിയിൽ ഹാജരാക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് സർക്കിൾ വിട്ടില്ല. അദ്ദേഹത്തിന് എന്നെ വർക്കല കോടതിയിൽ എത്തിച്ച് ഇത് വാർത്തയുണ്ടാക്കി എന്നെ അപമാനിതനാക്കാൻ അദ്ദേഹം അതിന് കൂട്ടുനിന്നു. വെളുപ്പിന് ആലോചിക്കണം, കാന്തല്ലൂർ പോലൊരു സ്ഥലത്ത്, കൊടും തണുപ്പ്, മഞ്ഞ് ഇറ്റിറ്റ് വീഴുന്ന സ്ഥലത്ത് ആ സർക്കിൾ ഇൻസ്പെക്ടർ, അദ്ദേഹത്തെ ഞാൻ മരണം വരെ മറക്കൂലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ണടയ്ക്കും മുമ്പ് ആ മനുഷ്യന് കൊടുക്കുന്ന ഒരു വിധിയുണ്ട്, അത് കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. കാരണം ഈ വെളുപ്പിന് 4 മണിക്ക് എന്നെ വന്ന് വിളിക്കുമ്പോൾ അപ്പോൾ ഇടണം വേഷം കെട്ടി. ഞാൻ പറഞ്ഞു, എനിക്ക് ജപിക്കാനുണ്ട്, ഞാനൊരു ഉപാസകനാണ്, ഭാര്യ വീട്ടിലേക്കല്ലല്ലോ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നെ ടീച്ചറേയും കൂടെ അറസ്റ്റ് ചെയ്തു. എന്ത് തെറ്റാണിത്? എന്ത് തെറ്റ്? അതിൻ്റെ ഏറ്റവും വലിയ, ഞാനൊരു കോടതിയെക്കുറിച്ച് പറയുന്നതാണ്, ഇത് കോർട്ടലക്ഷ്യമല്ല, എനിക്ക് നീതി കിട്ടാത്തൊരു കാര്യമാണ്. എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് പകുതി എത്തുമ്പോൾ എൻ്റെ തിരുവനന്തപുരത്തെ നാഗേർ വക്കീൽ കോടതിയിൽ ഹാജരാക്കി എൻ്റെ സത്യാവസ്ഥ ബോധിപ്പിച്ചപ്പോൾ ഈ കോടതി എന്നെ തിരിച്ച് വിട്ട്, ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി എന്നെ തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം, ആ വിധിന്യായത്തിൻ്റെ കോപ്പി എടുത്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈ ജാമ്യമെടുത്ത് നിൽക്കുന്ന എന്നെ അറസ്റ്റ് ചെയ്ത ആ മജിസ്ട്രേറ്റ് അതിനകത്ത് എഴുതി വച്ചേക്കുകയാണ്, പ്രതിയെ വർക്കല കോടതിയിൽ ഹാജരാക്കി വക്കീലിൻ്റെ പ്രതി പറഞ്ഞതനുസരിച്ച് വിട്ടു എന്ന്. ആലോചിച്ച് നോക്കൂ, ഒരു മജിസ്ട്രേറ്റ് എഴുതിയ കള്ളമാണിത്. ലോകത്താരെ ഒരു സത്യത്തിൻ്റെ കോടതി, സത്യം ഈ കണ്ണ് കെട്ടിയേക്കുന്നത് സത്യം കണ്ടില്ല എന്നടിക്കാനല്ല, സത്യത്തിൻ്റെ മുഖം. ഇവിടെ കുറ്റവാളിയാണോ, സത്യമാണോ, കുറ്റമാണോ, ഇതൊക്കെ ഉണ്ടല്ലോ നിയമം. ഞാൻ ഹൃദയം പൊട്ടിപ്പോയതാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അവസ്ഥ. ഒരു മജിസ്ട്രേറ്റ് എഴുതി വെച്ചേക്കാണ്, എന്നെ പകുതി വെച്ച് വിട്ടു, കോതമംഗലത്ത് പോലും വന്നില്ല, അതിനു മുമ്പ് തന്നെ എന്നെ വിട്ടു, എന്നെ കോടതിയിൽ ഹാജരാക്കി വിട്ടു എന്ന് എഴുതി ഒപ്പിട്ട് വെച്ചു. ഞാൻ ബാർ കൗൺസിലിലും പരാതി കൊടുത്തു, ഞാൻ ഹൈക്കോടതിയിലും പരാതി കൊടുത്തു, എനിക്കൊരു നീതിയും കിട്ടിയില്ല. അവിടെയാണ് ഇത്ര ഞാനിത് പറയാനുള്ള ഒരു പ്രത്യേക സാഹചര്യം. അതുകൊണ്ടാണ് ഇതൊരു സത്യമാണ്, ഞാൻ അനുഭവിച്ച ഒരാളാണ് ഈ പറയുന്നത്. നമ്മളിത് അനുഭവിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു കേസുണ്ടായി, ജാമ്യം എടുത്തിരിക്കുന്ന ആളിനെ പ്രത്യേക ഇവരെല്ലാം കൂടെ ചേർന്ന് കൊണ്ടുപോയി വാർത്ത ഉണ്ടാക്കാൻ കൊണ്ടുപോകണു. എന്നിട്ട് മജിസ്ട്രേറ്റ് എഴുതുന്നു കള്ളമാണ് എഴുതുന്നത്. ആലോചിച്ച് നോക്കൂ. അതിന് നീതിക്ക് വേണ്ടി ഞാൻ ബാർ കൗൺസിലിൽ കൊടുത്തു, അതിൻ്റെ കോപ്പി എടുത്ത് കൊടുത്തു, എനിക്കിത് ഇങ്ങനെയാണ് സംഭവിച്ചേക്കുന്നത്, എന്നെ തിരിച്ചു കൊണ്ടുപോയി
എന്നെ ഇവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ആ വിധിന്യായത്തിൽ എന്നെ ഹാജരാക്കി എന്ന് എഴുതി വെച്ചേക്കുന്നു. ഞാൻ ബാർ കൗൺസിലിലും ഹൈക്കോടതിയിലും ഞാൻ പരാതി കൊടുത്തു, ഒരു കാര്യവുമില്ല. രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു, ഞാൻ പറഞ്ഞതിനകത്ത് വാദമില്ല എന്നാണ് പറയണത്. ഞാൻ എല്ലാ വർഷവും ആ കേസ് നടക്കുമ്പോൾ ഞാൻ കോടതിയിൽ ഹാജരാകും, ഒന്നും കോടതി മാറ്റി വയ്ക്കുമൊക്കെ. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണക്കാരനാണ് ഞാൻ, എനിക്ക് നീതി കിട്ടിയില്ല. പക്ഷെ മനസ്സിൻ്റെ വേദനയുണ്ട്, മനസ്സിൻ്റെ ആഴത്തിലുള്ള ശാപം അത് ആ ചെയ്തു കുട്ടിയോർ അനുഭവിച്ചേ പറ്റൂ, ഇല്ലേ? എൻ്റെ ആശ്രമം നശിപ്പിച്ചു. ആ നശിപ്പിച്ച ആൾ തന്നെ വീഡിയോ ചെയ്തു, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ്, എനിക്ക് സുനിലേട്ടൻ എന്നാണ് വിളിക്കുന്നത്, എനിക്കറിയാം, എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു സാധാരണ മനുഷ്യന് നീതി കിട്ടിയില്ല. അവൻ്റെ ഹൃദയം പൊട്ടി. പിന്നെ വക്കീലന്മാർ ഒറ്റുന്ന വക്കീലന്മാർക്കും പൈസ മേടിച്ചുകൊണ്ട് പ്രതികളോട് നമ്മളെ എതിർഭാഗത്തു നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ വിശ്വസിക്കുന്നവരെ ചതിക്കാൻ നിന്നവർക്ക് ഉഗ്രപ്രത്യങ്കരാദേവി കൊടുത്തോളും. അത് അനുഭവിച്ചേ പറ്റുള്ളൂ. അല്ല, ഞാനിപ്പോൾ ആത്മീയതയിൽ ഉഗ്രപ്രത്യങ്കരുടെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഞാനിത് പറയുന്നതിൻ്റെ ഒരു കാരണം, ഒരു സത്യത്തിൻ്റെ പുറകെ പോയാൽ സത്യവും നീതിയുമാണ് ഏറ്റവും വലുതെന്ന് വിശ്വസിച്ചിരുന്ന, അതിൽ മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന, എല്ലാം ഉപേക്ഷിച്ച് കാന്തല്ലൂർ ആശ്രമത്തിൽ പോയി അവിടുത്തെ ഈ കനത്ത ഇരുട്ടിൽ ഏകാന്തമായി ജീവിച്ച എനിക്കേറ്റിയ ഒരു ആഘാതത്തിന് ഞാൻ സത്യത്തിൻ്റെ പുറകെ പോയി സത്യം തേടി പോയപ്പോൾ എനിക്ക് നീതി കിട്ടിയില്ല. അതിജീവിതയുടെയൊക്കെ അവസ്ഥയാണ്. എന്നാലും ഒരു മജിസ്ട്രേറ്റൊക്കെ ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ലോകത്തെ അറിയിക്കുന്ന, അതുകൊണ്ട് നിങ്ങൾ അവിടെയാണ് ശബരിമല കേസിൻ്റെ വിധി നിർണ്ണയിക്കുന്ന, അതിൽ ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന രണ്ട് ഹൈക്കോടതിയിലെ 2 ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പൂജ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ ബോധവും അവർ ഒന്നിനും വശപ്പെടാതെ, മറ്റ് ഭൗതികമായ ഒന്നിനും വശപ്പെടാതെ ആ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച 2 പേരാണ്. നല്ല മാതാപിതാക്കൾക്ക്, നല്ല കുലത്തിൽ ജനിച്ചവരാണ്. ആ നീതിപീഠത്തിൽ ഇരിക്കുമ്പോൾ ആ നീതിപീഠത്തിൻ്റെ അന്തസ്സത്തെ കാത്തു സൂക്ഷിക്കുന്ന 2 പേരാണ്. അതുകൊണ്ടാണ് ഹൈന്ദവരുടെ ഹൃദയത്തിൽ മുറിവേറ്റ രക്തം വാർന്നൊലിക്കുമ്പോഴും അവർ ഹൈന്ദവ വിശ്വാസത്തിനെ മാത്രമല്ല, ഭക്തിയുടെ ഏറ്റവും വെറും നിസ്സാരമല്ല അയ്യപ്പൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ആ 2 പേരും ശബരിമല ശാസ്താവിൻ്റെ ആ ശക്തിക്ക് മുമ്പിൽ അവരതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആരാണോ ആ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, ആ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്കെതിരെ പടവാൾ ഉയർത്തി നിൽക്കുന്നത് ആർക്കും രക്ഷയില്ല. ഞാൻ 2 മുഖങ്ങളാണ് പറഞ്ഞത്. നീതിയും ന്യായം, പരമോന്നത കോടതികൾ, ആ കോടതിയിൽ നീതി തേടി ചെല്ലുന്നവരും കുറ്റം ചെയ്തവരുമൊക്കെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രം ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് പിന്നെ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കൊക്കെ ശിക്ഷിക്കപ്പെട്ടാലും കോടതിയിൽ നിന്ന് പരോളൊക്കെ ലഭിക്കും. അതൊക്കെ ലഭിച്ചോട്ടെ. പക്ഷേ മനുഷ്യൻ്റെ ദുർബല വികാരങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭക്തി, ഈ അയ്യപ്പ ഭക്തി. അവൻ്റെ ഏറ്റവും ദുർബലമായ വികാരമാണത്. ആ ദുർബലമായ അവൻ്റെ വികാരം എന്ന് പറഞ്ഞാൽ അവൻ അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല. അവിടെയാണ് മുറിവേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവൻ്റെ ശക്തി, ഇതാണ് എന്നെ രക്ഷിക്കുന്ന ശബരിമല ശാസ്താവെ അയ്യപ്പ എന്ന് വിളിക്കുന്ന ആ ശക്തി ചെന്ന് ചേർന്നിരിക്കുന്ന 2 ഹൈക്കോടതി ജഡ്ജിമാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന അയ്യപ്പൻ്റെ അനുഗ്രഹമുള്ള 2 പേരും അവരുടെ എത്രയോ ഇനി വരാൻ പോകുന്ന വംശത്തിന് വരുന്ന എല്ലാ ഐശ്വര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്. കാരണം അതുണ്ടാകും. ആ 2 പേരിൽ ഈ ലോകം മുഴുവൻ, ലോകത്തെ അയ്യപ്പ ഭക്തന്മാർ മുഴുവൻ അവരെ വിശ്വസിക്കുകയാണ്. അവിടെയാണ് കള്ളം എന്ന് പറയുന്ന, ഒരിക്കലും സത്യം മാത്രമേ പറയുകയുള്ളൂ, സത്യം മാത്രമേ ചെയ്യുകയുള്ളൂ, നീതിക്ക് വേണ്ടി മാത്രമേ പോരാടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ ഇത്തരത്തിലുള്ള ഒരു കടുങ്കൈ എൻ്റെ കാര്യത്തിൽ ചെയ്യുകയും ഞാൻ അതിനുവേണ്ടി പോരാടിയിട്ട് എനിക്ക് നീതി ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം മനസ്സാക്ഷിയോടൊക്കെ ചോദിക്കാൻ പറ്റണം ചിലർക്ക്, ഞാൻ ഈ ചെയ്തതൊക്കെ തെറ്റാണോ? എവിടെയാണ് എനിക്ക് അശ്രദ്ധ പറ്റിയത്? ആ അശ്രദ്ധ പറ്റിയത് കൊണ്ടാണല്ലോ ഞാൻ നിരപരാധിയായ ഒരാളെ, ഞാൻ ഇത്രയും പുസ്തകങ്ങൾ എഴുതുകയും ഞാൻ സിനിമകൾ ചെയ്യുകയും ഞാൻ ജനമധ്യത്തിൽ പ്രിയപ്പെട്ടവനായിട്ട് നിൽക്കുമ്പോഴാണ് എന്നെ കള്ളച്ചെക്ക് കേസിൽ അറസ്റ്റ് ചെയ്തു വാറണ്ട് കൊടുത്ത് എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് വാർത്തയുണ്ടാക്കി തിരിച്ചു വന്നിട്ട് ഞാൻ നീതി ചേടിച്ചെന്ന് ഞാൻ ഹൈക്കോടതിയിലും ബാർ കൗൺസിലും കൊടുത്തിട്ടും എനിക്കത് കിട്ടിയില്ല. അവിടെയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ആർക്കും അറിയാൻ പറ്റില്ല. ഇത് അയ്യപ്പൻ്റെ ശക്തി മാത്രമാണ്.
ആ ശക്തിക്ക് മുമ്പിൽ നമ്മൾ ബാക്കി ഏത് ശത്രുക്കളും വിറങ്ങലിച്ചു പോകും, ഏത് കോടീശ്വരനും വിറങ്ങലിച്ചു പോകും, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ ഇളകി പോകും. അത് 100%. അങ്ങനെ അടിത്തറ ഇളക്കാൻ പറ്റുന്ന പാകത്തിൽ ഒരു ശക്തിക്കും സ്വാധീനിക്കാൻ പറ്റാത്ത 2 ന്യായാധിപന്മാരുടെ മുമ്പിൽ ആ ന്യായാധിപൻ അവർ പറയുന്ന ഓരോ വാക്കും ഞാൻ വാർത്തകൾ ഇങ്ങനെ കേട്ട് ആനന്ദം കൊള്ളും. കാരണം ഞാനിത് അനുഭവിച്ച ഒരാളായതുകൊണ്ട്. അവരുടെ മുമ്പിൽ കള്ളം ചെയ്തിട്ടുള്ള ഈ ശാസ്താവിനെ, ഈ ശബരിമല അയ്യപ്പനെ നശിപ്പിക്കാൻ ശ്രമിച്ച ആ സ്വർണം മാത്രമല്ല, അങ്ങനെയുള്ള ഒരു ഭക്തിസാന്ദ്രമായ ആ വിഗ്രഹ ആ ചൈതന്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരും തന്നെ വംശം തന്നെ ഇല്ലാതായി പോകും. ഇല്ലാതായി പോകാനുള്ള എല്ലാ അവസരങ്ങളും കാലങ്ങൾ കഴിഞ്ഞാലും ഇത് ഇന്നയാളുടെ കുടുംബമാണെന്ന് പറയും. ഇത് കണ്ടില്ലേ ശബരിമല ശാസ്താവിൻ്റെ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച കുടുംബത്തിൽപ്പെട്ട ആളിൻ്റെ മകളെ ഒരു നല്ല ബന്ധം പോലും കിട്ടാത്ത തരത്തിൽ, വിവാഹബന്ധം പോലും ഒരു നല്ല ജീവിതം പോലും കിട്ടാത്ത വിധത്തിൽ അധപ്പതിച്ചു പോകും. അത്ര ശാപം നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് ഈ ഒരു സ്വർണ്ണക്കൊള്ള പോയി നിൽക്കുകയാണ്. അവിടെ നമ്മൾ അയ്യപ്പനെ വന്ദിക്കുന്നതോടൊപ്പം തന്നെ ആ നീതിപീഠത്തിലെ 2 വലിയ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ മുമ്പിൽ നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മളെ ഹൈന്ദവ ശക്തികൾ മാത്രമല്ല, ഈ നമ്മൾ അയ്യപ്പനെ സ്നേഹിക്കുന്ന, അയ്യപ്പനെ അറിയുന്നവരെല്ലാം തന്നെ ആ 2 ജഡ്ജിമാരുടെ ഹൈക്കോടതിയിലെ 2 ഏതോ നല്ല കുലത്തിൽ പിറന്ന ദൈവഹിതത്തോടുകൂടി ജീവിക്കുന്ന ദൈവത്തിൻ്റെ നീതിപീഠത്തെ ഇരിപ്പിടത്തിൻ്റെ സ്വന്തം ഇരിപ്പിടത്തിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കുന്ന 2 പേരുടെയും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ബുദ്ധിയും ശക്തിയും ഇങ്ങനെ ഇത്തരം കള്ളത്തരം ചെയ്യുന്നവരുടെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സകല തെളിവുകളും അവരുടെ മുമ്പിലേക്ക് അയ്യപ്പൻ കൊണ്ടെത്തിക്കുമ്പോൾ ഇനി ലോകത്തൊരിക്കടത്തും ഈ കാലത്തൊരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് ആരും ചെയ്യരുത്, ചെയ്താൽ കിട്ടുന്ന ശിക്ഷ ഇതായിരിക്കും എന്നുള്ള കഠിനമായ ശിക്ഷ അവർക്ക് കിട്ടട്ടെ, അവർക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.